നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർഫോൺ സെർച്ച് ചെയ്ത് കുറേ റിവ്യൂസൊക്കെ കണ്ട് അവസാനം നിങ്ങൾ വന്നുപെട്ട റിവ്യൂ ആയിരിക്കും ഇത്. ആൻഡ് ഇതായിരിക്കും നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന വീഡിയോ. ഞാൻ നിങ്ങൾക്ക് കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് 2000 രൂപ താഴെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് ഇയർഫോൺസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്തി തരാം. ആൻഡ് നിങ്ങളുടെ സോ കോൾഡ് പോപ്പ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ബോൾട്ട്, JBL, റിയൽമി ഇവരൊന്നും തന്നെ ഈ വീഡിയോയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആൻഡ് എൻ്റെ സെറ്റപ്പൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5ാം സ്ഥാനത്ത് വരുന്നത് മൂൺ ഡ്രോപ്പിൻ്റെ ചൂ ആണ്. ഇത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈലുള്ള ഇയർഫോണാണ്. ഇയർഫോൺ അല്ല, IEMs ആണ്. IEMs എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവീൻ്റെ അകത്തായിരിക്കുക. അതുകൊണ്ട് തന്നെ IEMs നമ്മുടെ ചെവിയുടെ പുറത്തൊരു സീല് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഇയർഫോൺസും IEMs ആയിരിക്കും. ഇനി ബാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇയർഫോണിൽ അത്യാവശ്യം ബാസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കുണ്ട്. പിന്നെ കൂടുതലും ഈ ഇയർഫോൺ ബാസിനെക്കാട്ടും ക്ലാരിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നോർമൽ IEMs പോലെ ഇതിൻ്റെ കേബിൾ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ കേബിൾ ഇതുമേ ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര മിനിമലും ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1890 രൂപയാണ് വരുന്നത്. ഇനി നിങ്ങൾ കുറച്ചുകൂടി ബാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഇയർഫോണാണ് KZ-ZSN Pro X. ഞാൻ 2 വർഷം ഉപയോഗിക്കുന്നത്, ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി KZൻ്റെ സൗണ്ട് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ KZൻ്റെത് ഒരു V ഷേപ്പ്ഡ് സൗണ്ട് പ്രൊഫൈലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 1 ചോയ്സാണ് KZ. ആൻഡ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ബിൽഡ് ലൈക്ക് എ ടാങ്ക് ആണ്. ആൻഡ് ഇതിൻ്റെ കേബിൾസൊക്കെ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്ലൂടൂത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1999 രൂപയാണ്. ഇനി ഇതിലും കുറച്ചുകൂടി ലെവലപ്പ് ആയിട്ടാണ് നിങ്ങളൊരു ഇയർഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തങ്സു വാർണർ SG ട്രൈ ഔട്ട് ചെയ്യാം. ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ ടോപ്പ് 5 പിക്സ് ആണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈലായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ആൻഡ് സൗണ്ട് കുറച്ചുകൂടി നാച്ചുറൽ ആയിരിക്കും. അതുപോലെ തന്നെ വോക്കൽസൊക്കെ ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. ആൻഡ് ബിൽഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 5 ഇയർഫോൺസിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇയർഫോണാണിത്. ആൻഡ് തങ്സുവിൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1790 രൂപയാണ് വരുന്നത്. ആൻഡ് ദീസ് ആർ ഓൾസോ ഗ്രേറ്റ് വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ്. ആൻഡ് നെക്സ്റ്റ് പറയാൻ പോകുന്ന ഇയർഫോണും 1ാം സ്ഥാനത്ത് പറയാൻ പോകുന്ന ഇയർഫോൺ ഈക്വലി അടിപൊളിയായിട്ടുള്ള ഇയർഫോണാണ്. ആൻഡ് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ഡിസൈഡ് ചെയ്തത് ഏത് വെക്കണം, 2ാം സ്ഥാനത്ത് ഏത് വെക്കണം, 1ാം സ്ഥാനത്ത് എന്നുള്ളത്. 2ാം സ്ഥാനത്ത് വരുന്നത് 7 ഹെർട്സിൻ്റെ സാൽനോട്ട് 0 ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ന്യൂട്രൽ സൗണ്ടിങ് ആയിട്ടുള്ള ഇയർഫോണാണ്. നിങ്ങളൊരു വൈഡ് കാറ്റഗറി ഓഫ് മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് ആയിരിക്കും. ബിൽഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ്. ആൻഡ് ഡിസൈൻ വൈസ് എടുക്കുകയാണെങ്കിൽ അധികം ഫ്ലാഷി ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഡിസൈനാണ്. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അധികം നേരം ചെവിയിൽ വെച്ച് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അനുഭവപ്പെടില്ല. 7 ഹെർട്സിൻ്റെ സാൽനോട്ട് 0ൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 1890 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ തങ്സു വാർണർ SG സ്റ്റുഡിയോ എഡിഷൻ. നോർമൽ SGനെക്കാട്ടും 1 സ്റ്റെപ്പ് എഹെഡാണ് ഈ ഇയർഫോൺ. ആൻഡ് ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈലാണ്. അതുപോലെ തന്നെ ഇതിൽ ക്ലാരിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ സൗണ്ട് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിഡ്സും ട്രബിളും ഒക്കെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് തോന്നും. ബിൽഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ തങ്സു പോലെ തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് അത്യാവശ്യം എല്ലാ ഇയേഴ്സിലും ഫിറ്റ് ആവും. ആൻഡ് സ്റ്റുഡിയോ എഡിഷൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1749 രൂപയാണ് വരുന്നത്. ദെൻ ഞാനീ പറഞ്ഞ 5 ഇയർഫോൺസും കറൻ്റ്ലി ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. കാരണം ആളുകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഈ പറഞ്ഞ ഇയർഫോൺസിനെ പറ്റിയിട്ട്.